ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. ഞാൻ രാജശ്രീ വിനോദ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ക്ലാസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്കറിയാം, വരാൻ പോകുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ കേട്ടറ്റിൻ്റെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 എക്സാം നടക്കുകയാണ് അല്ലേ. എക്സാം വിളിക്കും. സാധാരണ നമുക്ക് നടക്കേണ്ട സമയങ്ങളെന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളാണ്, ശരിയല്ലേ? അപ്പം അത് പ്രകാരം എങ്ങനെ നമുക്ക് ഒരു കോഴ്സിനെ പഠിക്കാം, എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ നമുക്ക് പൊതുവേ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. പഠിക്കുന്ന സമയം, ഒരു ഡ്യൂറേഷനും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഓൺലൈനായിട്ട് ക്ലാസ് കാണുക, റെക്കോർഡഡ് സെഷൻ കാണുക, ഇങ്ങനെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് പഠിച്ചു പോകുന്നത്. പക്ഷേ ഒരുപാട് അധ്യാപക വിദ്യാർത്ഥികൾ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സമയവും ഓൺലൈൻ ക്ലാസ്സുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു ഓഫ്ലൈൻ ക്യാമ്പസ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് അധ്യാപക വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുപോകുന്നതാണ്. അപ്പോൾ ഒരു മാറ്റം സൈലം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ അധ്യാപക വിദ്യാർത്ഥികളും കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് വെറും 51 ദിവസമായിരുന്നു സൈലത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. കാരണം ഒക്ടോബർ 7 നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, ലോഞ്ച് ചെയ്യുന്നു. ഡിസംബർ 29 തീയതിയാണ് നമ്മുടെ കുട്ടികൾക്ക് എക്സാം എഴുതേണ്ടത്, കേട്ടറ്റിൻ്റെ എക്സാം എഴുതേണ്ടത്. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം 21 ദിവസം, ഏകദേശം 51 ദിവസമാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് പറയുന്നത്. ഈ 51 ദിവസം കൊണ്ട് നല്ലൊരു വിജയത്തിലേക്ക് എൻ്റെ കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ സൈലം ടീമിന് ഒന്നാകെ സാധിച്ചു. 51 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ശരിക്കും പറഞ്ഞാൽ അവർ ഹാർഡ് വർക്ക്, എന്നാൽ അത്ര മേലുള്ള ഹാർഡ് വർക്ക് അല്ല, എന്നാൽ എൻജോയ് ചെയ്തുള്ള പഠനവും റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ അധ്യാപകർക്ക്, അതായത് നമ്മളൊരു ക്രാഷായി തുടങ്ങി, പക്ഷേ അത് എലാബറേറ്റ് ചെയ്ത ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും റിവിഷൻ ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും ഒക്കെ നടത്തി ആ 51 ദിവസം കൊണ്ട് മനോഹരമാക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് അധ്യാപക വിദ്യാർത്ഥികൾക്ക് K1 ഉം K2 ഉം 130 മാർക്കോടുകൂടിയൊക്കെ ജയിക്കാനായി സാധിച്ചു. അത് കുട്ടികളുടെ ഒപ്പീനിയനൊക്കെ പുറകെ വരും, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ സാധിച്ചു. അപ്പോൾ അതൊരു ഗുണം, അതൊരു ശരിക്കും ഒരു വമ്പിച്ച വിജയം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും കുറേ അധികം അധ്യാപക വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യമാണ്, ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കാമായിരുന്നു എന്ന്. അങ്ങനെ സൈലം ടീം വരുന്ന ഏപ്രിൽ 8 മുതൽ കേട്ടറ്റ് കാറ്റഗറി 1 ഉം 2 ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓഫ്ലൈൻ ക്യാമ്പസിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് ആദ്യം ഒന്ന് എടുത്തു നോക്കാം. K1 കാറ്റഗറി 1, കാറ്റഗറി 2 ഓഫ്ലൈൻ ക്രാഷ് ബാച്ച് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാഴ്ചയുള്ളോ അല്ലെങ്കിൽ 2 ആഴ്ചയുള്ളോ എന്നൊന്നും വിചാരിക്കേണ്ട. ഒന്നുകിൽ അതെന്ന് പറയുന്നത് 200 മണിക്കൂറുള്ള ക്ലാസ് ആയിരിക്കും. 200 മണിക്കൂറുകൾ കൊണ്ട് കേട്ടറ്റ് കാറ്റഗറി 1 കാറ്റഗറി 2 സബ്ജക്റ്റുകൾ നമുക്കറിയാം, അത് നമ്മൾ തീർത്തു തരും. അതല്ല എന്നുണ്ടെങ്കിൽ ടിൽ എക്സാം വരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ കേട്ടറ്റ് കാറ്റഗറി 1 നമുക്കറിയാം ചൈൽഡ് സൈക്കോളജി, ഇംഗ്ലീഷ്, മാത്സ്, EVS ഈ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും. 5 വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മലയാളവും പഠിക്കാനുണ്ട് ലാംഗ്വേജ് ആയിട്ട്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, EVS, സൈക്കോളജി 5 വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അതോടൊപ്പം തന്നെ K2 എടുത്ത് നോക്കിയാലോ, ചൈൽഡ് സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം. സോഷ്യൽ സയൻസ് എടുക്കുന്നവർക്ക് ആ ഒരു വിഭാഗം, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ പോകുന്നുവെങ്കിൽ, സയൻസ് എടുക്കുന്നവർക്കോ സയൻസിലെ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, പിന്നെ എന്താണ് മാത്സ്, ഈ വിഭാഗമാണ് ആ വഴിയെ പോവുക. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. 60 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കും അതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇനി നമ്മൾ കൊടുക്കുന്ന കോഴ്സിൻ്റെ ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഏരിയ കവേർഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫ്രീ ഓൺലൈൻ ബാച്ച് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. കാറ്റഗറി 1 2 ഫ്രീ ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം
എന്ത് ചെയ്യാം, നമുക്ക് ആ ഫോക്കസ്ഡ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് നമ്മളൊരു ഏരിയ, ഇപ്പോൾ ഞാനൊരു ടോപ്പിക് എടുത്തു, ആ ടോപ്പിക്കിലെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ ആ റെക്കോർഡഡ് ക്ലാസ്സും കണ്ടു, ലൈവ് സെഷനും കണ്ടു, പിന്നെ നമ്മൾ ക്ലാസ് മുറികളിൽ അതിൻ്റെ ഡിസ്കഷനും അതിനകത്ത് നിന്ന് എത്രമാത്രം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടോ അവയെല്ലാം നമ്മുടെ ഓഫ്ലൈനിലിരുന്ന് പഠിച്ചാണ് കൊണ്ടുപോവുക. നിങ്ങളെ ഒരു ഭാഗം തീർത്ത് വിടുകയല്ല, വഴിപാടല്ല, പകരം ഒരു ഭാഗത്തിനെ എടുത്ത് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എലാബറേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് അടുത്ത ഒരു ഭാഗത്തേക്ക് കടന്നു ചെല്ലുക. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഫോക്കസ്ഡ് ഏരിയ കവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കി ആ ഒരു മേഖലകൾ മുഴുവനും ക്ലിയർ ആക്കി നിങ്ങളുടെ കയ്യിൽ തരും. അതോടൊപ്പം തന്നെ ഫ്രീ ഓൺലൈൻ ബാച്ച് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഫ്രീ ഓൺലൈൻ നമ്മുടെ റെക്കോർഡഡ് എല്ലാ അധ്യാപകരുടെയും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ലഭിക്കും, ആക്സസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ ലൈബ്രറി റീഡിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവും. K1 K2മായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ബുക്കുകളും സ്റ്റഡി മെറ്റീരിയലുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അതത് സെൻറ്ററുകളിൽ നിന്ന് സ്വന്തമായല്ല, നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ റീഡിംഗ് ഫെസിലിറ്റി റെഡിയാക്കുന്നുണ്ടാവും. അപ്പോൾ ആ റീഡിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് ലൈബ്രറി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ, നമുക്കറിയാം ഒരു വീട്ടമ്മയാകുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താണ് വെക്കേഷൻ ടൈമും കൂടെയാണ്, വീട്ടിൽ ഇരുന്ന പഠനം നടക്കില്ല അല്ലേ. ഇതിപ്പോൾ ഞാനൊരു 10, 12, 13 തവണയായി കേട്ടിട്ട് എഴുതിയിട്ടും കിട്ടില്ലാത്ത കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്, ഇങ്ങനെ വന്നിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് വായിച്ച് മനഃപ്പാഠമാക്കുക, പഠിക്കുക. ശേഷം ജൂണിലോ ജൂലൈയിലോ നടക്കാൻ പോകുന്ന എക്സാം അറ്റൻഡ് ചെയ്താൽ സുഖമായും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മോഡൽ എക്സാംസ് ഉണ്ടാവും. നമ്മുടെ ഓഫ്ലൈനിലെ ഒരു പ്രത്യേകതയാണ് റെഗുലറായിട്ട് അല്ലേ, എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മൊഡ്യൂൾ എക്സാം, മോഡൽ എക്സാം, റിവിഷൻ എക്സാംസ്, അതുപോലെ ഓരോ ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ടോപ്പിക് വൈസ് എക്സാംസ് എല്ലാം ഉണ്ടാവും. ഇത്രയും കഴിയുമ്പോൾ തന്നെ സുഖമായിട്ട് നമുക്ക് ആ ഒരു ഏരിയ കിട്ടി എന്നുള്ള കാര്യം ഉറപ്പല്ലേ കുഞ്ഞുങ്ങളെ. ഇപ്പോൾ സയൻസ് എടുത്താൽ അല്ലെ സോഷ്യൽ സയൻസ് എടുത്താൽ 1857 വിപ്ലവം നമ്മുടെ ആ ഒരു ഫോക്കസിങ് ഏരിയ കവേർഡായി. ആ 1857 വിപ്ലവം ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടി. ദെൻ 1857 വിപ്ലവം നമ്മുടെ ലൈബ്രറിയിൽ എന്താണ് മെറ്റീരിയൽ, കേട്ടറ്റിൻ്റെ റാങ്ക് ഫയലാണോ അല്ലെ സ്റ്റഡി മെറ്റീരിയലാണോ എന്താണോ ഇരിക്കുന്നത്, ആ 1857 വിപ്ലവം പഠിക്കുമ്പോൾ എൻ്റെ ലൈബ്രറിയിൽ ഇരുന്ന് ഞാൻ അതും കൂടി എടുത്ത് വായിക്കുന്നു. ദെൻ അതുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാം എഴുതുന്നു. അത് ഞാനിന്ന് റിവിഷൻ ചെയ്ത് റിവിഷൻ എക്സാമിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണുന്നു. ടോപ്പിക് ഓറിയൻറ്റഡ് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട സകലമാന ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സകലമാന ക്വസ്റ്റ്യൻസും അവിടെ വരും അല്ലേ. അപ്പോൾ ടോപ്പിക് എക്സാം ഞാൻ കഴിയുകയാണ്. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് പോകുമ്പോൾ ഈ 857 വിപ്ലവം നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മൾ എവിടെയൊക്കെയാണ് ഈ കോഴ്സുകൾ അവൈലബിൾ ആക്കി കൊടുക്കുക, K1 K2 ഓഫ്ലൈൻ ക്യാമ്പസ് നമ്മുടെ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ കാലിക്കറ്റ് മാവൂർ റോഡാണ്. മാവൂർ റോഡ് ക്യാമ്പസിലാണ് ഓഫ്ലൈൻ കേട്ടറ്റ് ക്ലാസ് ഉണ്ടാവും. മഞ്ചേരി ക്യാമ്പസിലുണ്ടാവും. പാലാരിവട്ടം, എറണാകുളം പാലാരിവട്ടം ക്യാമ്പസിലും ഉണ്ടാവും. അപ്പോൾ അതത് സെൻറ്ററുകളിലെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മറക്കാതെ ഈ നമ്പറിലേക്ക് വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ വീക്ക്ലി നമുക്ക് 3 ക്ലാസ്സസ് വീതമാണുള്ളത്. ഈ ക്ലാസ് കൂടാതെ നിങ്ങൾക്ക് എന്താണ് റീഡിംഗ് റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ലൈബ്രറി യൂസ് ചെയ്യാനും അവിടെ കേട്ടറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും, അതെടുത്ത് വായിച്ച് പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് ക്യാമ്പസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതുപോലുള്ള ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഒരു അധ്യാപകൻ നമ്മുടെ മുന്നിൽ നിന്ന് വന്ന് പഠിപ്പിക്കുക, അദ്ദേഹം ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും മക്കളെ ഇന്ന ടോപ്പിക്കിൽ ഇന്ന ക്വസ്റ്റ്യൻസ് ഇന്ന രീതിയിൽ വരാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെ കിട്ടുന്ന ഒരു എനർജിയും അതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു സെഷൻ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസവും ചില്ലറയല്ല അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് സൈലത്തിലൂടെ ഇനി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. വെറും 5999 രൂപയാണ് GST ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ക്രൈറ്റീരിയൻ എക്സാം കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്കറിയാം നമ്മൾ വെറുതെ BEd ഉണ്ട് അല്ലെങ്കിൽ DLEd ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പോരാ, ഈ ഒരു മാനദണ്ഡ പരീക്ഷയും കൂടി ക്രാക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു BEdന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ അല്ലേ, ശരിയല്ലേ. അപ്പോൾ ഇത് വെച്ച് നീട്ടിപ്പോകാതെ എത്രയും പെട്ടെന്ന് ആ ക്രൈറ്റീരിയൻ എക്സാമിനെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുക. 8th ഏപ്രിലാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിസ്സാരം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ.
കൂടാതെ മാവൂർ റോഡ്, മഞ്ചേരി, പാലാരിവട്ടം, മാവൂർ റോഡ്, മഞ്ചേരി, പാലാരിവട്ടം സെൻട്രൽ ക്യാമ്പസുകളിലാണ് കോഴ്സുകൾ തുടങ്ങുക. അപ്പോൾ എന്ത് ചെയ്യുക? തീരുമാനം നമ്മളുടേത് മാത്രമാണ്. ക്രൈറ്റീരിയൻ എക്സാം പാസ്സായാൽ മാത്രമേ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ എനിക്കൊരു സ്കൂളിലേക്ക് കയറി ചെല്ലാനും അതിൻ്റെ വാതിലിൽ മുട്ടാനും പറ്റുകയുള്ളൂ. എനിക്കൊരു PSC എക്സാം വന്നാൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. വന്ന് ജോയിൻ ചെയ്യുക. ഉത്തമ വിശ്വാസത്തോടുകൂടി പഠിച്ചു പോവുക. ഫസ്റ്റ് ടൈമിൽ തന്നെ ഈ വരുന്ന ജൂൺ ജൂലൈയിലെ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം ഒരു സംശയവുമില്ലാതെ പറയാനായി സാധിക്കും. അപ്പോൾ ഓക്കെ DS, നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഓഫ്ലൈൻ ക്യാമ്പസിൽ ഫേസ് ടു ഫേസ് കാണാം. താങ്ക് യു സോ മച്ച്.